ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ദൈവകൃപയിൽ ആശ്രയിച്ച് നമുക്ക് ആരംഭിക്കാം പ്രാർത്ഥനയോടുകൂടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വേദപഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 25, 26 സങ്കീർത്തനങ്ങൾ പഠിക്കുവാൻ പരിശ്രമിച്ചു. ഇന്ന് 27, 28 സങ്കീർത്തനങ്ങൾ പഠിക്കുവാനുള്ളൊരു പരിശ്രമം നടത്തുകയാണ്. 27-ാം സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നാണ് അറിയപ്പെടുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ ആരംഭം വലിയൊരു വിശ്വാസത്തിന്റെ, ആഴമേറിയ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തോടുകൂടെ ആരംഭിക്കുന്നു. ഇത് അവസാനിക്കുന്നത് അതിലും വലിയൊരു പ്രത്യാശയോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത്. അതായത് വിശ്വാസത്തോടെ ആരംഭിച്ച് വലിയ പ്രത്യാശയോടുകൂടി അവസാനിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 27-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തില് 14 വാക്യങ്ങളാണുള്ളത്. ഇതൊന്ന് വായിക്കാം ഓർക്കെങ്കിലും. 27-ാം സങ്കീർത്തനം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോടെടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും. എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൻ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവേ, ഞാൻ ഉറക്ക വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. എന്റെ മുഖം അന്വേഷിക്കുവിൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്കറിയാം. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഇത് വലിയൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. സങ്കീർത്തനക്കാരൻ ദൈവത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് വർണ്ണിക്കുന്നത്? ഒന്ന്, യഹോവ എന്റെ വെളിച്ചമാകുന്നു. രണ്ടാമത്, യഹോവ എന്റെ രക്ഷയാകുന്നു. മൂന്നാമത് പറയുകയാണ്, യഹോവ എന്റെ ജീവന്റെ ബലമാകുന്നു. ഇതുകൊണ്ടാണ് അദ്ദേഹം ഞാൻ ആരെ ഭയപ്പെടും,
ഞാൻ ആരെ പേടിക്കുമെന്ന് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ പ്രഖ്യാപിക്കുന്നത്. ദൈവം എൻ്റെ വെളിച്ചമായതുകൊണ്ടും ദൈവം എൻ്റെ രക്ഷയുടെ പരിചയമായതുകൊണ്ടും ദൈവം എൻ്റെ ജീവന്റെ ബലമായതുകൊണ്ടും എനിക്ക് ആരെയും ഭയമില്ല എന്നുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ഇവിടെ ദാവീദ് നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവം നമ്മുടെയും വെളിച്ചമാണ്, അല്ലെ? ലോകത്തിന്റെ വെളിച്ചമാണ് ഞാനെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. യേശു പറയുകയാണ്, യേശു തന്നെത്താൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ഈ ലോകത്തിന്റെ പ്രകാശമാണ്, വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ അവൻ പ്രകാശത്തിന്റെ മകനായി തീരുമെന്ന് പറയുകയാണ്. സങ്കീർത്തനക്കാരനും ഇത് തന്നെയാണ് പറയുന്നത്, യഹോവ എൻ്റെ വെളിച്ചമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം വെളിച്ചമാണ്. ആ വെളിച്ചത്തിലേക്ക് നോക്കുന്നവർ പ്രകാശിതരായിത്തീരും. ആ വെളിച്ചത്തെ അനുഗമിക്കുന്നവർ പ്രകാശിതരായിത്തീരും. അങ്ങനെ വെളിച്ചത്തിൽ നടക്കുന്നവർക്ക് ഇരുട്ടിനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? സാത്താനാണ് ഇരുട്ട്, അന്ധകാരം, അന്ധകാരത്തിന്റെ ദുഷ്ടാത്മ സേന എന്നൊക്കെ എഫേസ്യ ലേഖനത്തിൽ സാത്താനെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിന്റെ അരൂപിയെ ഭയപ്പെടാതെ ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും പ്രകാശമായ യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തികളായി നാം മാറ്റപ്പെടണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം എടുക്കാമോ? യെശയ്യാ പ്രവാചകൻ 60-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. മതി. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അതായത് യേശുക്രിസ്തു നിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എഴുന്നേറ്റ് എന്ത് ചെയ്യണം? പ്രകാശിക്കണം. എന്നിട്ട് പറയുകയാണ്, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ അന്ധകാരം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാളാണ്. എവിടെ നോക്കിയാലും അതിക്രമവും കൊലപാതകവും മയക്കുമരുന്നും അങ്ങനെ തിന്മ നിറഞ്ഞ് അത് വലിയ തോതിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? യേശുവാകുന്ന പ്രകാശത്തിലേക്ക് നോക്കി പ്രകാശിതരായി ഈ ലോകത്ത് പ്രകാശത്തിന്റെ മക്കളായി സാക്ഷ്യമുള്ളവരായി നിലകൊള്ളുവാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നീട് 19-ഉം 20-ഉം വാക്യങ്ങൾ ഇപ്രകാരമാണ്. യെശയ്യാവ് 60-ന്റെ 19-20. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോവുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോക ജീവിതത്തിൽ പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കാൻ ഒരൊറ്റ വഴിയേ നമുക്ക് മുമ്പിലുള്ളൂ. ആ വഴി പ്രകാശമായ യേശുവിനെ അനുഗമിക്കുക, യേശുവിനെ സ്നേഹിക്കുക, യേശു പറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ള ഒരു മാർഗമല്ലാതെ മറ്റൊരു മാർഗം നമുക്ക് മുമ്പാകെ ഇല്ല. അത് ദൈവം തന്നെ പറയുന്നുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്കണം, നിന്റെ പ്രകാശം വന്നു കഴിഞ്ഞതാണ്. അതുകൊണ്ട് നിന്റെ പ്രകാശത്തെ നീ അനുഗമിക്കണമെന്ന് പറയുകയാണ്. അപ്പോ യഹോവയുടെ വെളിച്ചമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടില്ല. എന്നിട്ട് രണ്ടാമത് അദ്ദേഹം പറയുകയാണ്, യഹോവ എൻ്റെ രക്ഷയാകുന്നു. നമുക്കും അറിയാം നമ്മുടെ രക്ഷ ആരാണ്?
നമ്മുടെ രക്ഷ യേശു ക്രിസ്തുവാണ്. അതിനെപ്പറ്റി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 30-31 വാക്യം വായിക്കാമോ? വിശുദ്ധ ലൂക്കോസ് 2-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കാമോ? വിശുദ്ധ ലൂക്കോസ് 2:30-31. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് മതി, പറഞ്ഞു. ഇങ്ങനെ മതി. ശീമോൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവ്, അദ്ദേഹം ഉണ്ണി യേശുവിനെ കൈകളിൽ എടുത്തുകൊണ്ട് പറയുന്ന വാചകങ്ങളാണ് വായിച്ചു കേട്ടത്. അദ്ദേഹം പറയുകയാണ്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം. ഇവിടെയും യേശുവിന് എന്തെന്നാ പറയുന്നത്? പ്രകാശം എന്നാണ്. എന്നിട്ട് പറയുകയാണ്, നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പൊ യേശു ആരാണ്? പ്രകാശം മാത്രമല്ല, മാനവകുലത്തിന്റെ മുഴുവനും രക്ഷകനും കൂടെയാണ് യേശു. ഇവിടെ സങ്കീർത്തനക്കാരൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പ്രഖ്യാപിക്കുകയാണ്, യഹോവ എന്റെ രക്ഷയും ആകുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ ആരെ ഭയപ്പെടും? പിന്നീട് പറയുന്നു, മൂന്നാമത് പറയുകയാണ്, യഹോവ എന്റെ ജീവന്റെ ബലം. അതായത് എന്റെ ജീവൻ നിലനിർത്തുന്നത്, എന്റെ ജീവനെ ശക്തിപ്പെടുത്തുന്നത് എന്റെ ദൈവമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51 കൂടെ വായിക്കാമോ? വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായം 51-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ 6:51. യേശു അവരോട് പറഞ്ഞത്, ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൽ നിന്ന് ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. അപ്പോ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ എന്റെ ജീവന്റെ ബലം. അപ്പൊ യേശു എന്റെ ജീവന്റെ ബലമായി തീരുന്നത് എപ്പോഴാണ്? സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പത്തെ വിശ്വാസത്തോടും വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടെ എല്ലാ വിശുദ്ധ കുർബാനകളിലും സ്വീകരിക്കുമ്പോൾ നമുക്കും സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയുവാനായിട്ട് സാധിക്കും, കർത്താവിന്റെ ജീവന്റെ ബലം, യേശുവിന്റെ ജീവന്റെ ബലം എന്ന് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 3 വാക്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളും പറയണം. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ ഇങ്ങനെ പറയാൻ ശ്രദ്ധിക്കണം, യേശു എൻ്റെ വെളിച്ചം, യേശു എൻ്റെ രക്ഷ, യേശു എൻ്റെ ജീവന്റെ ബലം എന്ന് പറയുവാനായിട്ട് നമുക്കും സാധിക്കണം, സങ്കീർത്തനക്കാരനെ പോലെ തന്നെ. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഈ 3 കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് പിന്നീടുള്ള 2 വാക്യങ്ങളിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. കാരണം എന്താണ്? ദൈവം വെളിച്ചമാണ്, ദൈവം എൻ്റെ രക്ഷകനാണ്, ദൈവം എൻ്റെ ജീവന്റെ ബലമാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദുഷ്ടൻ കടന്നു വന്നാൽ എന്നെ തൊടാൻ കഴിയില്ല എന്ന് ആർക്ക് പറയാനായിട്ടും പറ്റും? നമുക്കും പറയുവാനായിട്ട് സാധിക്കും. 3, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. പ്രിയപ്പെട്ടവരെ, വലിയ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ആരും സഹായിക്കാനുള്ള ഇല്ലാത്ത സാഹചര്യങ്ങളിലുമെല്ലാം ഇവിടെ ദാവീദ് പറയുകയാണ്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായി ഇരിക്കും. ഇങ്ങനെയൊക്കെ പറയാൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? ആഴമേറിയ ഒരു വിശ്വാസം വേണം. അദ്ദേഹത്തിന് അത് നന്നായിട്ടുണ്ടായിരുന്നു. ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത്, ദൈവം എൻ്റെ വെളിച്ചം, ദൈവം എൻ്റെ രക്ഷ, ദൈവം എൻ്റെ ജീവന്റെ ബലം. അതുകൊണ്ട് ഒരു സൈന്യം ഇറങ്ങി വന്നാലും ഒരു യുദ്ധം നേരിടേണ്ടി വന്നാലും ഞാൻ നിർഭയമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് വളരെ ശക്തമായ ഭാഷയിൽ പറയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 4-ാമത്തെ വാക്യം, 27-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു.
യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. മതി. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന അദ്ദേഹം ഇവിടെ ചേർത്ത് വെക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവസന്നദ്ധിയിലേക്ക് അദ്ദേഹം സമർപ്പിച്ച ഒരു പ്രാർത്ഥന, അത് ഈ സങ്കീർത്തനത്തിൽ അദ്ദേഹം ചേർത്ത് വെക്കുകയാണ്. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. ആ കാര്യം ഇങ്ങനെ തന്നെയാണ്. അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം അപേക്ഷിച്ചു, അത് ആ ഒരു കാര്യം തന്നെ എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കാര്യം 3 കാര്യങ്ങളാണ് അദ്ദേഹം ദൈവത്തോട് ചോദിക്കുന്നത്. 1, യഹോവയുടെ മനോഹരത്വം കാണുവാനും. 2, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. 3, എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. 1, ദൈവത്തെ കാണാൻ. 2, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ. 3, യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ അപേക്ഷയിലും ചേർത്ത് വെക്കണം. കാരണം യഹോവയുടെ മനോഹരത്വം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം, ആ മഹത്വം ദർശിച്ച വ്യക്തികളായി നമ്മൾ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മറ്റൊന്നിനും ഈ ലോകത്തിന് നമ്മളെ തകർക്കാനായിട്ട് സാധിക്കുകയില്ല. അത് മാത്രമല്ല, ഈ ലോകത്തെക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കാനും നമുക്ക് കഴിയും. നമുക്കറിയാം, ഈ മനോഹരത്വം കണ്ട കുറച്ച് വ്യക്തികളുണ്ട് സുവിശേഷത്തിൽ. യേശുവിന്റെ ദൈവീകത കണ്ട 3 വ്യക്തികളുണ്ട്. ആരാന്ന് പറയാൻ പറ്റുമോ? സങ്കീർത്തനക്കാരൻ യഹോവയുടെ മനോഹരത്വം കാണുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇത് പ്രാർത്ഥിക്കാതെ തന്നെ 3 പേർക്ക് ഇത് കാണാനായിട്ട് സാധിച്ചു. ആർക്കൊക്കെ എന്ന് പറയാൻ പറ്റുമോ? മോശ, പിന്നെ ഏലിയാവ്. ഞാൻ പറഞ്ഞത് സുവിശേഷത്തിൽ നിന്നാണ്. 3 രാജാക്കന്മാരാ? അല്ല, അവരൊക്കെ യേശുവിന്റെ മനുഷ്യത്വമാണ് കണ്ടത്, യേശുവിന്റെ ദൈവത്വം കണ്ട. അതായത് ഏതാണ് യഹോവയുടെ മനോഹരത്വം എന്ന് പറഞ്ഞാൽ? അത് തന്നെ, പത്രോസും യാക്കോബും യോഹന്നാനും. എവിടെ വെച്ചാ അത് കാണുന്നത്? താബോർ മലയില്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം എടുക്കാമോ? വിശുദ്ധ ലൂക്കോസ് 9-ാം അധ്യായം 28 മുതൽ വായിക്കാമോ? വിശുദ്ധ ലൂക്കോസ് 9-ാം അധ്യായം 28 മുതൽ. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരോ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്നറിയാതെ പറഞ്ഞു. മതി. അതായത് ഈ അവസാനം വായിച്ചു കേട്ടത് ഒന്നുകൂടെ ഞാനൊന്ന് വായിക്കുകയാണ്. പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാകട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനുമെന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. എന്താ പറയുന്നതെന്ന് പോലും ആർക്കറിയുന്നില്ല, പത്രോസിന് അറിയുന്നില്ല. അപ്പൊ അത്രമേൽ ആത്മീയ അനുഭൂതിയിലാണ് ഇദ്ദേഹം ആയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താന്ന് പോലും അദ്ദേഹത്തിന് അറിയാതെ അദ്ദേഹം പറയാണ്, ഗുരു യേശുവേ, ഇവിടെ ആയിരിക്കുന്നത് നല്ലത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഇവിടെ ആയിരിക്കുന്നത് നല്ലതെന്ന് തോന്നുന്ന പല സാഹചര്യങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സിനിമയ്ക്ക് പോകുന്നത് നല്ലതായിട്ട് ഫീൽ ചെയ്യും. അതേപോലെ നല്ലൊരു കൂട്ടുകാരന്റെ കൂടെ, അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ കൂടെ, അല്ലെങ്കിൽ നല്ല സ്നേഹമുള്ള ഒരു ജീവിത പങ്കാളിയുടെ കൂടെ എവിടെങ്കിലുമൊക്കെ ഒന്ന് ഒരു ഔട്ടിങ്ങിന് പോകുമ്പോൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലത് എന്ന് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ
പ്രണയിനികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ ആ ഒരു സാഹചര്യം നല്ലതായിട്ട് ഫീൽ ചെയ്യും അല്ലേ? എന്നാൽ പത്രോസ്ലീഹ പറയുകയാണ്, കർത്താവെ ഇവിടെ ആയിരിക്കുന്നത് നല്ലത്. കാരണം അദ്ദേഹം, നമുക്കറിയാം പത്രോസ്ലീഹായൊക്കെ ഒരു വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ലോക ജീവിതത്തിൽ പല മേഖലകളിലൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം പറയുകയാണ്, കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇന്നയോളം ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ, എവിടെയെല്ലാം ഇരുന്നിട്ടുണ്ടോ, അതിലും ഉപരിയായി ഇവിടെ ആയിരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം തരുന്നുണ്ട്. കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? കാരണം ഒന്നേ ഉള്ളൂ, അവിടെ ദൈവത്തിന്റെ മനോഹരത്വം, ദൈവത്തിന്റെ മഹത്വം കണ്ട് അതിലൂടെ ലഭിക്കുന്ന ആത്മീയ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു മനുഷ്യനാണ് ആര്? പത്രോസ്ലീഹ. അദ്ദേഹം പറയുകയാണ് ഇവിടെ ആയിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ എന്താണ് പ്രാർത്ഥിക്കുന്നത്? യഹോവയുടെ മനോഹരത്വം കാണുവാൻ വേണ്ടി ദൈവമേ എന്നെ സഹായിക്കണമേ, അല്ലെങ്കിൽ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിക്കുകയാണ്, ദൈവമേ അങ്ങയുടെ മനോഹരത്വം കാണുവാൻ, അവിടുത്തെ ദൈവത്വം കാണാൻ, അവിടുത്തെ മഹത്വം ദർശിക്കാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. രണ്ടും ഒരു കാര്യത്തോട് തന്നെ ചേർത്ത് ചിന്തിക്കാവുന്നതാണ്. ഒന്ന്, ദേവാലയത്തിൽ ദൈവത്തിന്റെ അരികിൽ ആയുഷ്കാലം മുഴുവനും താമസിച്ച് ദൈവത്തെ ധ്യാനിച്ച് പ്രാർത്ഥനയിൽ മുഴുകാനുള്ള ആഗ്രഹമാണ് ആരെ ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്നത്? ദാവീദ് ദൈവസന്നിധിയിൽ ഉണർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ ആലയത്തിൽ ആയിരിക്കാനും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തിന് ചില ഉൾക്കാഴ്ചകളുണ്ട്. അതായത് പുറപ്പാട് പുസ്തകം എടുക്കാമോ? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാമത്തെ വാക്യം എടുത്തേ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിക്കാമോ? എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. മതി. അതായത് ദൈവജനത്തോട് മോശയിലൂടെ ദൈവം കൽപ്പിക്കുന്ന ഒരു കൽപ്പനയാണ്, മണ്ണ് കൊണ്ട് എനിക്കൊരു ബലിപീഠം ഉണ്ടാക്കണം, എന്നിട്ട് പഴയ നിയമ ബലികൾ അതിനകത്ത് അർപ്പിക്കണമെന്നും ദൈവജനത്തോട് മോശയിലൂടെ ദൈവം ആഹ്വാനം കൊടുക്കുകയാണ്. എന്നിട്ട് ദൈവം ഒരു വാഗ്ദാനം പറയുകയാണ്. ആ വാഗ്ദാനം ഇപ്രകാരമാണ്, എൻ്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏതൊരിടത്തും ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എന്തതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എവിടെയെല്ലാം ലോകത്തിൽ ദൈവത്തിന്റെ നാമത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ആലയങ്ങൾ ഉണ്ടോ, അവിടെ വന്ന് ഇരുന്നാൽ കർത്താവ് പറയുകയാണ്, എൻ്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏതൊരു ഇടത്തും, ഒരു കുരിശടിയാണെങ്കിലും, ഒരു കുരിശ് മാത്രമുള്ള ഒരു സ്ഥലമാണെങ്കിലും, വീട്ടിലെ പ്രാർത്ഥനാ മുറിയാണെങ്കിലും, അല്ലെങ്കിൽ പള്ളിയാണെങ്കിലും, എന്താണ് അവിടെ കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ബോധ്യമുള്ളത് കൊണ്ടാണ് അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലം ഒക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന്, ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഇടമാണ് ദേവാലയങ്ങൾ. അവിടെ ദൈവം ഇറങ്ങി വന്നു, ദൈവത്തിന്റെ അത്ഭുതകരമായ കരം നീട്ടി, അദൃശ്യമായ കരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കുന്നുണ്ട് ഓരോരുത്തരെയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. രണ്ടാമത്, 2 ദിനവൃത്താന്തം 7-ാം അധ്യായം എടുക്കാമോ? 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. നിങ്ങളിത് പഠിച്ചതാണ് മുൻകാലങ്ങളിൽ. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 15, 16. അവർ യോർദാൻ വരെ അവരുടെ പിന്നാലെ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എന്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ അതിനെ തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ ദൃഷ്ടിയും എന്റെ ഹൃദയവും എല്ലാം ഇപ്പോഴും ഇവിടെ ഇരിക്കും. മതി. അതായത് ഇത് സാഹചര്യം എന്താന്ന് പറഞ്ഞു തരാം. ശലോമോൻ രാജാവ്
യെരൂശലേം ദേവാലയം പണിത് ദൈവത്തിന് സമർപ്പിച്ച് ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം ശലോമോന് പ്രത്യക്ഷപ്പെട്ട് ശലോമോനോട് വെളിപ്പെടുത്തുന്ന ഒരു രഹസ്യമാണ്, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. ഈ എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എപ്പോഴും ഇവിടെ ഇരിക്കും. 3 കാര്യങ്ങളാണ് ദൈവം പറയുന്നത്. എൻ്റെ കണ്ണ് ഇവിടെ തുറന്നിരിക്കുന്നു, എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുന്നു, എൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കണ്ണ് എന്തിനാ പള്ളിയിൽ ദൈവം തുറന്നു വെച്ചിരിക്കുന്നത്? ദൈവം കണ്ണ് തുറന്നു വെച്ചിരിക്കുന്നത് അവിടെ കടന്നു വരുന്നവരെ, അവരുടെ വേദനകൾ, അവരുടെ പ്രയാസങ്ങൾ കാണാൻ വേണ്ടിയാണ് ദൈവം കണ്ണ് തുറന്നു വെച്ചിരിക്കുന്നത്. പിന്നീട് എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കും. എന്തിനാണ്? വന്ന് കഴിക്കുന്ന ഹൃദയം തുടങ്ങിയ പ്രാർത്ഥനകൾ കേൾക്കാൻ വേണ്ടി ദേവാലയത്തിൽ ദൈവം ചെവി തുറന്നു വെച്ചിരിക്കുകയാണ്. പിന്നീട് പറയുകയാണ്, എൻ്റെ ഹൃദയം എല്ലായ്പ്പോഴും അവിടെ ഉണ്ടായിരിക്കും. എന്തിനാ ഹൃദയം? ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹവും കരുണയും ആർദ്രതയും എല്ലാം ആ ജനത്തിന്റെ മേൽ പകരാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ഹൃദയം എവിടെയുണ്ട്? ദേവാലയത്തിനകത്ത് ഉണ്ട്. പ്രിയപ്പെട്ടവർ, ഈ ബോധ്യമുള്ളത് കൊണ്ടാണ് ദൈവം എൻ്റെ ദൈവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യം ഉള്ളത് കൊണ്ടാണ് ദാവീദ് പറയുന്നത്, എൻ്റെ ആയുഷ്കാലം മുഴുവനും ദേവാലയത്തിൽ പാർക്കേണ്ടതിനും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. യേശു തമ്പുരാൻ ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷം എന്താ പറയുന്നത്? ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷം ചാട്ടവാറ് കൊണ്ട് അവിടെയുള്ള വിൽപ്പനക്കാരെയും പ്രാവ് വിൽക്കുന്നവരെയും അതുപോലെ നാണയ കൈമാറ്റക്കാരെയൊക്കെ അടിച്ചോടിച്ചിട്ട് എന്താ യേശു പറയുന്നത്? എന്റെ ആലയം പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. എല്ലാരും കൂടെ പറഞ്ഞ കേൾക്കില്ല. മേരി ആന്റി എന്ന് പറഞ്ഞേ. എന്റെ ആലയം മേരി വർഗീസ് ആന്റി എന്ന് പറയാമോ? അത് തന്നെയാ ഞാനും പറഞ്ഞ, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും. പിന്നെ മേരി പോൾസൺ ആന്റി എന്ന് പറഞ്ഞേ. അതിനെ നിങ്ങൾ പിന്നെ കൊള്ളക്കാരുടെയും ഒന്നും ഇതാക്കരുതെന്ന് പറയുന്നത്. എന്റെ അതെ, അതായത് മതി. എന്റെ ആലയം അതായത് പിതാവിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും. അതായത് അവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നവർക്കെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഒരു ഇടമാണ്. അവിടെ കള്ളന്മാരുടെയും കവർച്ചക്കാരുടെയും ഒക്കെ കേന്ദ്രമാക്കി മാറ്റാനുള്ള ഇടമല്ലെന്ന് പറഞ്ഞ് കർത്താവ് അതിനെ ശുദ്ധീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദാവീദ് സങ്കീർത്തനത്തിൽ പാടി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മളും പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്റെ മനോഹരത്വം കാണുവാൻ എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അല്ലെങ്കിൽ നിന്റെ മഹത്വം ദർശിക്കാൻ എൻ്റെ ഉൾക്കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. പത്രോസും യാക്കോബും യോഹന്നാനും അവിടുത്തെ ദൈവത്വം ദർശിച്ചതുപോലെ, അല്ലെങ്കിൽ മോശ, ഏലിയാവ് എന്നിവർ അങ്ങയുടെ ദൈവത്വം മഹത്വം അവര് ദർശിച്ചതുപോലെ അങ്ങയെ കാണുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനും ദൈവമേ ഞങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഇത് ഒരു പ്രചോദനമായി തീരണം. പിന്നീട് ദൈവാലയത്തോട് ചേർന്ന് ജീവിക്കുന്ന, ബലിപീഠത്തോട് ചേർന്ന് ജീവിക്കുന്നവർക്കെല്ലാം ദൈവസാന്നിധ്യത്തിന്റെ മറവിലാണെന്നുള്ളൊരു തിരിച്ചറിവ് കൂടെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവിടുത്തെ ആലയത്തിൽ ആയുഷ്കാലം മുഴുവനും, അതായത് പാർക്കാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് തമ്പടിച്ച് കിടക്കണം എന്നാണോ അതിന്റെ അർത്ഥമല്ല. ആയുഷ്കാലം മുഴുവനും, ആരോഗ്യം അനുവദിക്കുന്ന കാലഘട്ടം മുഴുവനും ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം ഓടി വന്ന് നൊമ്പരങ്ങൾ ദൈവസന്നിധിയിൽ പങ്കുവെക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനുമുള്ള ഒരു കാലഘട്ടമാക്കി അവിടുന്ന് രൂപാന്തരപ്പെടുത്തി തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. 5ഉം 6ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ?
അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് 5ഉം 6ഉം വാക്യങ്ങളിൽ പറയുന്നത്. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. പിന്നീട് പറയുന്നു, ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങൾ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. പിന്നീട് 7, യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളയണമേ. പിന്നീട് വീണ്ടും അദ്ദേഹം ഒരു പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ഇത്ര നേരം അദ്ദേഹം ഒരു വിശ്വാസ പ്രഖ്യാപനവും അദ്ദേഹത്തിന്റെ കൂടെ ഒരു പ്രാർത്ഥനയും നടത്തി. അതിനുശേഷം വീണ്ടും അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, യഹോവയെ ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ. എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളയണമേ. പിന്നീട് 8ാമത്തെ വാക്യം, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. അതായത് ദാവീദിന്റെ ഹൃദയത്തിൽ അദ്ദേഹത്തിനൊരു പ്രചോദനം ഉണ്ടാവുകയാണ്. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. ആരുടെ മുഖം അന്വേഷിക്കാനാണ്? ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പീൻ. യേശു നമ്മളോട് അങ്ങനെ വല്ല ആഹ്വാനം ചെയ്യുന്നുണ്ടോ? ഇതേപോലെ എന്തെങ്കിലും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ടോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം എടുക്കാമോ? 11-ാം അധ്യായം 9 മുതൽ വായിക്കാമോ? 9 മുതൽ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുവീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. അപ്പൊ അതായത് ദൈവം യാചിക്കാനും മുട്ടാനും അതേപോലെ തന്നെ അന്വേഷിക്കുവാനും ഉള്ള ഒരു ആഹ്വാനം ആർക്ക് തരികയാണ്? ദൈവജനത്തിന് തരികയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അതിന്റെ താഴത്തേക്ക് വായിക്കുമ്പോൾ 13-ാമത്തെ വാക്യം വായിക്കുമോ? 11-ാം അധ്യായം 13-ാമത്തെ വാക്യം. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിക്കുകയും അന്വേഷിക്കുകയും മുട്ടി വിളിക്കുകയും ചെയ്താൽ ദൈവം നിഷേധിക്കുമോ? ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന ഒരു കൽപ്പന ആരുടെ ഹൃദയത്തിൽ വന്നു? ആരുടെ ഹൃദയത്തിലാണ്? ദാവീദിന്റെ ഹൃദയത്തിൽ വന്നു. പിന്നീട് കർത്താവ് തന്നെ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടി വിളിക്കുവീൻ. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. ദൈവത്തിന്റെ മുഖമാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ ഒരു വ്യാഖ്യാനം പറയുന്നതാണ്. ദൈവം തന്നെയാണ് ആര്? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പുതിയ നിയമ ജനമായ നമ്മളോട് കർത്താവ് ആഹ്വാനം ചെയ്യുന്നുണ്ട്, അന്വേഷിക്കണം, മുട്ടി വിളിക്കണം, യാചിക്കണം. എന്തിനു വേണ്ടിയാണ്? ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ, ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിക്കാൻ, ദൈവത്തിന്റെ മഹത്വം കണ്ടെത്താൻ, ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെടാൻ. അങ്ങനെ അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് 10-ാമത്തെ വാക്യത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏകാന്തത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റുവാങ്ങുന്ന വേദനകളുടെ പാരമ്യം കൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അല്ലെ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വചനമില്ലേ? അതായത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുക്കാമോ? പെറ്റതള്ള നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്നൊരു വചനമുണ്ട്. ആർക്കെങ്കിലും പറയാമോ എവിടെയാന്നുള്ളത്?
യെശയ്യാവ് 49:15 വാക്യം വായിക്കാം. യെശയ്യാവ് 49:15. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. നിന്റെ മക്കൾ എന്തുമാത്രം ആശ്വാസം തരുന്ന ഒരു വചനം ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവര്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അതൊരു ചോദ്യമാണ്. കാരണം മറക്കാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ചോരക്കുഞ്ഞുങ്ങളെ വഴിയിലും അതുപോലെ തെരുവോരങ്ങളിലും കാട്ടിലുമൊക്കെ ഉപേക്ഷിക്കുന്ന അമ്മമാര് ഈ ലോകത്തുണ്ട്. അല്ലെങ്കിൽ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ അവരെ കൊന്നുകളയുന്ന അമ്മമാര് ഈ ലോകത്തുണ്ട്. അപ്പൊ ദൈവം ചോദിക്കുകയാണ്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? മറക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ. പക്ഷെ അങ്ങനെ മറന്നാൽ പോലും താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ചോദ്യമാണ് ഇതെല്ലാം. അപ്പൊ മറന്നാലും ചിലപ്പോൾ മറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ചോദ്യം. പിന്നീട് താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? ചിലപ്പോൾ കരുണ തോന്നാതിരിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് പറയുകയാണ്, അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വച്ചിരിക്കുന്നു. ഇത് നല്ല ബോധ്യമുള്ള ആളായിരുന്നു ആര്? ദാവീദ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. പിന്നീട് അദ്ദേഹം ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. 11-12 വാക്യം വായിക്കാമോ? 11. യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ. എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരരും. 3 കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. അത് മതി വെച്ചത്. 3 കാര്യങ്ങളാണ്. ഒന്ന്, യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. ഇതിനു മുമ്പ് നമ്മൾ ധ്യാനിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഒരു വാക്യം കൂടെ അതിനോട് ചേർത്ത് ചിന്തിക്കാം. ആവർത്തന പുസ്തകം 30-15 വാക്യം വായിക്കാമോ? ആവർത്തന പുസ്തകം 30-15 വാക്യം. അങ്ങനെ ഞാൻ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി. പർവ്വതം തീ കാളി കത്തുകയായിരുന്നു. നിയമത്തിന്റെ തന്നെയാണോ? ഞാൻ നോക്കിയാറെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പാപം ചെയ്ത ഒരു കാളക്കുട്ടിയെ അത് 16. ആവർത്തന പുസ്തകം 30-15 വാക്യം. 30 ആണ് അല്ലേ? 30-15. ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ദൈവജനത്തോട് ദൈവം പറയുകയാണ്, ഇതാ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എന്തൊക്കെയായിരിക്കുന്നത്? ജീവനുണ്ട്, ഗുണവുമുണ്ട്, മരണവുമുണ്ട്, ദോഷവുമുണ്ട്. അപ്പൊ നമ്മുടെ മുമ്പിൽ എന്തുണ്ട്? ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരായ നമ്മുടെയൊക്കെ മുമ്പിൽ എന്തുണ്ട്? ജീവന്റെ വഴിയുണ്ട്, ഗുണത്തിന്റെ വഴിയുണ്ട്, മരണത്തിന്റെ വഴിയുണ്ട്, അതിന്റെ കൂടെ തന്നെ ദോഷത്തിന്റെ വഴിയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മളും പ്രാർത്ഥിക്കണം. ദൈവമേ നിന്റെ വഴി എന്നെ കാണിക്കണമേ. ദൈവത്തിന്റെ വഴി എന്താണ്? ദൈവത്തിന്റെ വഴി ജീവനും ഗുണവുമാണ്. ആ വഴി കണ്ടെത്താനായി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഈ വഴിയുടെ ഒരു പ്രത്യേകത യേശു പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ഈ വഴിയുടെ ഒരു പ്രത്യേകത പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വഴിയെ പറ്റി ദൈവം പറയുന്ന ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? വഴി ഇടുങ്ങിയതും ഞെരുക്കമുള്ളതും ആണെന്ന് കർത്താവ് പറയുന്നു. എന്നാൽ ലോകത്തിന്റെ വഴിയോ അത് വിശാലവും അതിലൂടെ പോകുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വഴി ഒക്കെ ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, ഞാൻ ഈ നടക്കുന്ന ജീവിക്കുന്ന ഈ രീതിയും ഈ ജീവിതവും ഒക്കെ ശരിയാണോ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് ദൈവമേ തെറ്റായ വഴിയിലൂടെ ആണെങ്കിൽ നേർവഴിയിലേക്ക് എന്നെ തിരിപ്പിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കണമേ. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എൻ്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ യഹോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. അതായത് തെറ്റായ വഴികളിലൂടെ പോയി കഴിയുമ്പോൾ
ആ വഴിയിൽ ഒരാൾ പതുങ്ങിയിരിക്കുന്നുണ്ട്. ആരാന്നറിയാമോ? സാത്താൻ. എന്തിനാണ്? നമ്മുടെ മേൽ ചാടി വീണ് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ മേൽ അവകാശം ഏറ്റെടുത്ത് ദൈവത്തിൽ നിന്ന് നമ്മളെ പിടിച്ചു പറിച്ച് ആത്യന്തികമായിട്ട് നശിപ്പിച്ചു കളയാൻ വേണ്ടി ഈ വഴിയിൽ പതുങ്ങിയിരിക്കുന്ന സാത്താനിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാം, തെറ്റായ വഴികളിലൂടെ പോകുമ്പോൾ, ജീവിതം പാപ വഴികളിലൂടെ കടത്തിവിടുമ്പോൾ ആരവകാശം പറയും? സാത്താൻ അവകാശം പറയും. അതുകൊണ്ട് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം എടുക്കാമോ? സക്കറിയാവ് 3-ാം അധ്യായം 1 മുതൽ വായിക്കാമോ? സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. സക്കറിയാവ് 3:1 മുതൽ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർസിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർസിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. അതായത് യോശുവ എന്ന മഹാപുരോഹിതനെ സാത്താൻ അവകാശവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ്? ഈ മുഷിഞ്ഞ വസ്ത്രം എന്ന് പറഞ്ഞാൽ എവിടേക്കോ പാപത്തിന്റെ ചില ലാഞ്ചനകളൊക്കെ ആരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? യോശുവ എന്ന് പറയുന്ന ഈ മഹാപുരോഹിതന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അദ്ദേഹം അതിനെപ്പറ്റി ഒരുപക്ഷെ അനുദപിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് സാത്താൻ ആർക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുകയാണ്? യോശുവ എന്ന് പറയുന്ന മഹാപുരോഹിതന് വേണ്ടി വാദിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ, എന്റെ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം അതാണ്. അതായത് തെറ്റായ വഴികളിലൂടെ പോകുമ്പോൾ ആ വഴികളുടെ ഉടമസ്ഥൻ അവൻ അവകാശവാദം ഉന്നയിച്ച് നമ്മളെ നിത്യനാശത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകും. അതുകൊണ്ടാണ് രണ്ട് പാതയെപ്പറ്റി യേശു പറയുന്നുണ്ട്. ഒന്ന് ഇടുങ്ങിയ വഴി, മറ്റത് വിശാലമായ വഴി. ഇടുങ്ങിയ വഴിയുടെ അവസാനം നിത്യജീവനും വിശാലമായ വഴിയുടെ അവസാനം നിത്യമരണവുമാണെന്ന് യേശു വെളിപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് 13-14 വാക്യങ്ങൾ: ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയിൽ പ്രത്യാശ വെക്കുക. വലിയൊരു പ്രത്യാശയുടെ ആഹ്വാനത്തോടു കൂടെയാണ് ഈ സങ്കീർത്തനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അതായത് ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം പറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിരാശയുടെ ചിന്തകളൊക്കെ മനസ്സിലേക്ക് കയറി വരാം. അതായത് ഒത്തിരി വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവർക്ക് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഞാൻ പോകുന്ന വഴി ശരിയാണോ, ഞാന് സ്വർഗം പ്രാപിക്കുമോ, ദൈവത്തിന് എൻ്റെ ജീവിതത്തോട് താല്പര്യമുണ്ടോ എന്നുള്ള സംശയങ്ങൾ പിശാച ഹൃദയത്തിൽ കൊടുക്കാറുണ്ട്. അതേപോലെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടമെന്ന് ദാവീദ് പറയുകയാണ്. എന്നിട്ട് പിന്നെ പ്രത്യാശ വയ്ക്കുവാനും ധൈര്യപ്പെട്ടിരിക്കുവാനുമുള്ള ഒരു ആഹ്വാനത്തോടുകൂടെ 27-ാം സങ്കീർത്തനം അവസാനിക്കുകയാണ്. 28-ാം സങ്കീർത്തനം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒരു പ്രാർത്ഥനയാണ്. അതൊന്ന് വായിക്കാമോ? ദാവീദിന്റെ തന്നെ ഒരു സങ്കീർത്തനമാണ്. ആദ്യത്തെ 3 വാക്യങ്ങൾ: യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ട്. അദ്ദേഹം ദൈവസന്നദ്ധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പാറയായുള്ളവയെ നീ കേൾക്കാതിരിക്കരുതേ, നീ മിണ്ടാതിരുന്നാൽ ഞാൻ കുഴിയിലിറങ്ങുന്നവനെ പോലെ ആയി തീരും. അതുകൊണ്ട് ദൈവമേ, എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ എന്ന് ദൈവസന്നദ്ധിയിൽ വലിയ വിലാപത്തോടുകൂടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. പിന്നീട് എൻ്റെ കൈകൾ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാതനകളുടെ
ശബ്ദം കേൾക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുത് എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. അതുകൊണ്ട് കാപട്യമുള്ളവരുടെ കൂടെ എൻ്റെ ജീവിതത്തെ വലിച്ചിഴക്കരുത് എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അദ്ദേഹം 4ഉം 5ഉം വാക്യങ്ങളിൽ പിന്നെ ഇങ്ങനെ ദൈവത്തോട് ആവശ്യപ്പെടുകയാണ്. എന്താണെന്ന് വായിക്കാമോ? എന്താ ആവശ്യപ്പെടുന്നതെന്ന്? അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണവും പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണവും അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും അവർ വിവേചിക്കായ്ക കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. മതി. അതായത് പഴയ നിയമ കാലഘട്ടത്തിൽ ശത്രു സംഹാരവും ശത്രുക്കളുടെ നാശം കാണാനൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ? നിയമത്തിലേക്ക് വരുമ്പോ യേശു അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? ഞാനോ പഴയ നിയമത്തിൽ പല്ലിന് പകരം പല്ല് എന്നും കണ്ണിന് പകരം കണ്ണ് എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ ഒരു ചെകിട്ടത്തെ അടിക്കുന്നവന് മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കുക. നിന്റെ പുറങ്കുപ്പായം ആവശ്യപ്പെടുന്ന നിന്റെ ഉടുപ്പ് കൂടെ ഊരി കൊടുക്കാനൊക്കെ ആയിട്ട് പറയുന്നു. പിന്നെ 1 മൈല് നിന്നോട് വരാൻ ആവശ്യപ്പെടുന്നവന്റെ കൂടെ 2 മൈല് പോകാനായിട്ട് പറയുന്നു. അപ്പൊ അതായത് ഇവിടെ ദുഷ്ടരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവർക്ക് പ്രതിഫലം കൊടുക്കാനും അവരുടെ നാശത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ദാവീദ് ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതും. എന്നാൽ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോ അങ്ങനെയല്ല. യേശു തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്കറിയാലോ. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. അപ്പൊ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ ഒരു ആഹ്വാനവും ഇങ്ങനെ ഒരു പ്രാർത്ഥനയും ഇല്ല. നമ്മളെ ഉപദ്രവിക്കുന്നവരാണെങ്കിലും നമ്മളെ നിന്ദിക്കുന്നവരാണെങ്കിലും നമ്മളെ പ്രയാസപ്പെടുത്തുന്നവരാണെങ്കിലും ദുഷ്ടതയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവമേ, ഈ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ, ഇവനെ രക്ഷയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു പ്രചോദനം മാത്രമാണ് പുതിയ നിയമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഇങ്ങനെ ആവാമായിരുന്നു. ദൈവം അതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദുഷ്ടന്മാരുടെ തകർച്ചയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നത് ഈ സങ്കീർത്തനങ്ങളിൽ പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് അതിനുശേഷം 6 മുതലുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടതിനെ പറ്റിയുള്ള ഒരു വലിയ ആനന്ദവും സന്തോഷവും ദൈവസന്നിധിയിൽ പങ്കുവെക്കുകയാണ്. അത് വായിക്കാമോ? 6 മുതലുള്ള വാക്യങ്ങൾ. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയവുമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. അപ്പൊ ഈ കിട്ടിയ പ്രാർത്ഥനകൾ, അദ്ദേഹം നടത്തിയ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം ലഭിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ ഇങ്ങനെ പിന്നെ വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവന്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. എന്തായിരുന്നു യാചനകള്? 1, 2, 3 വാക്യങ്ങളിൽ ആ യാചനകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കുഴിയിലിറങ്ങുന്നവരെ പോലെ ഞാൻ ആകാതിരിക്കാൻ ദൈവമേ എന്റെ നിലവിളി കേൾക്കണമേ. നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കൈ ഉയർത്തി ഞാൻ നിലവിളിക്കുമ്പോൾ എന്റെ യാതനകളുടെ ശബ്ദം കേൾക്കണമേ. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചിടയ്ക്കരുതേ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ അദ്ദേഹം നടത്തിയത് അദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുകയാണ്. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാതനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അപ്പൊ ആരുടെയൊക്കെ ഹൃദയം ദൈവത്തിൽ ആശ്രയിക്കുന്നോ അവർക്കെല്ലാം എന്ത് കിട്ടും? സഹായം ലഭിച്ചിരിക്കും. പിന്നീട് അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ തന്റെ ജനത്തിന് ബലമാകുന്നു, തന്റെ അഭിഷിക്തനവൻ രക്ഷാദുർഗം തന്നെ.
എന്ന് പറഞ്ഞ് ഈ അങ്ങനെയുള്ളൊരു സമാപന നന്ദി പറഞ്ഞ് സമാപിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. 27, 28 സങ്കീർത്തനങ്ങൾ അല്പമായി പഠിക്കുവാനുള്ളൊരു കൃപാ ദൈവം നമുക്ക് നൽകി. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതൽ എന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനായ ദൈവമേ, 27-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവത്തെ പറ്റി ദാവീദ് പ്രകാരം പറയുകയാണ്: ദൈവം എൻ്റെ വെളിച്ചമാണ്, ദൈവം എൻ്റെ രക്ഷയാണ്, ദൈവം എൻ്റെ ജീവന്റെ ബലമാണ്. കർത്താവെ, ഞങ്ങൾക്കും ഇതുപോലെ പറയാനുള്ള ആഴമേറിയ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് കരം പിടിച്ച് ഉയർത്തണമേ. ലോകത്തിന്റെ വെളിച്ചമായ യേശുവിനെ അനുഗമിച്ച് യേശു പറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച് കർത്താവാണ് എൻ്റെ വെളിച്ചമെന്ന് പറയുവാൻ ദൈവമേ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. ശീമോൻ തന്റെ കരങ്ങൾ എടുത്തുകൊണ്ട് ഇതാ ലോകത്തിന് കൊടുത്തിരിക്കുന്ന രക്ഷയാണ്, ജാതികൾക്ക് പ്രകാശമായി ലോകത്തിന്റെ മുഴുവനും രക്ഷയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ, യേശുവാണ് രക്ഷകനെന്നും രക്ഷയെന്നും കാണിച്ചു തന്നുവല്ലോ. ആ യേശുവിനെ സ്വീകരിച്ച് മുറുകെ പിടിച്ച് അവിടുന്ന് തരുന്ന രക്ഷ സ്വീകരിക്കാൻ, അങ്ങനെ ആരെയും ഭയപ്പെടാതെ ഈ ലോകത്ത് ജീവിക്കാൻ, ശത്രുക്കളെ, സാത്താന്റെ കെണികളെ ഭയപ്പെടാതെ ഈ ലോകത്ത് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് എൻ്റെ ജീവന്റെ ബലമെന്ന് പറയുന്നു. യേശു പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്. ദൈവമേ, ഓരോ വിശുദ്ധ കുർബാനയിലും ഈ ജീവന്റെ അംശം ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് പകർന്നു തരുന്നല്ലോ. ആ ജീവനെ വിശുദ്ധിയോടും വെടുപ്പോടും ഒരുക്കത്തോടും കൂടെ സ്വീകരിച്ച് ആ ജീവനിൽ ബലപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, വീണ്ടും സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, അവിടുത്തെ മനോഹരത്വം കാണുവാനും അവിടുത്തെ മന്ദിരത്തിലായിരിക്കാനും ധ്യാനത്തോടു കൂടെ ആയിരിക്കാനും ആയുഷ്കാലം മുഴുവനും അവിടുത്തെ ആലയത്തിൽ വസിക്കുവാനും ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന്. കർത്താവെ, പത്രോസും യാക്കോബും യോഹന്നാനും അങ്ങയുടെ മഹത്വം ദർശിച്ച് ഇവിടെ ആയിരിക്കുന്നത് നല്ലത് എന്ന് പറയത്തക്കവണ്ണം അത്രമേൽ ആഴമേറിയ ആത്മീയ അനുഭൂതിയിലായതുപോലെ കർത്താവെ, യോബ് പറയുന്നു, ഞാൻ നിന്നെപ്പറ്റി ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ദൈവമേ, ഇങ്ങനെ അങ്ങയുടെ മനോഹരത്വം കാണുവാൻ, അവിടുത്തെ മഹത്വം ദർശിപ്പാൻ ഈ ലോക ജീവിതത്തിൽ തന്നെ ദൈവമേ ഞങ്ങൾക്കും അവിടുന്ന് ഭാഗ്യം തരണമേ. ഏലീശ തന്റെ ഭൃത്യന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവമേ ഇവന്റെ ഉൾക്കണ്ണുകൾ തുറന്നു കൊടുക്കണമേ എന്ന്. അപ്പോൾ അവിടുന്ന് കണ്ണുകൾ തുറന്നു കൊടുത്ത് അനുഗ്രഹിച്ചല്ലോ. ദൈവമേ, ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ആത്മീയ അനുഭൂതി ആ ഭൃത്യൻ കണ്ടതുപോലെ ദൈവമേ, അങ്ങയുടെ മനോഹരത്വം കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ അവിടുന്ന് തുറന്നു തന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വീണ്ടും സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു, യഹോവേ, നിന്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയായ പാതയിലൂടെ എന്നെ നടത്തണമേ. ദൈവമേ, ഞങ്ങൾക്ക് മുമ്പാകെ സാത്താൻ അലറിക്കൊണ്ട് നടക്കുന്നു ഞങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി. ആയതുകൊണ്ട് തന്നെ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് മുമ്പാകെ വെച്ചിരിക്കുന്ന ജീവന്റെ വഴി, ഇടുങ്ങിയ വഴി തെരഞ്ഞെടുക്കുവാനും അതിലൂടെ സഞ്ചരിക്കുവാനും അങ്ങയുടെ ആത്മാവിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് ഞങ്ങളുടെ നിലവിളികൾക്ക് അവിടുന്ന് ഉത്തരമരളി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആത്മശരീര മനസ്സുകളിൽ അങ്ങയുടെ സമാധാനം അവിടുന്ന് സ്ഥാപിക്കണമേ. ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ ദൈവമേ, നന്നായിട്ട് നോമ്പെടുത്ത് അവിടുത്തെ മഹത്വം ദർശിച്ച് അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിച്ച് ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. ഈ വചന പഠന ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവമേ, അവരായിരിക്കുന്ന ഇടവകളെയും ആ ഇടവകളിലെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, മോർഗീവറി സഹതായെ, പരിശുദ്ധനായ പെരുമലത്തിരുമേനി, പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവായെ, സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ സഭാപിതാക്കന്മാരെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആചാര്യന്മാരെ ദൈവമേ അവിടുന്ന് തീക്ഷ്ണതയുള്ളവരാക്കി രൂപാന്തരപ്പെടുത്തണമേ. കർത്താവെ, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനോട് വേലക്കാർക്ക് വേണ്ടി അപേക്ഷിക്കുന്നെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ,
ഈ കാലഘട്ടത്തിൽ തീക്ഷ്ണതയുള്ള അനേക അഭിഷിക്തരെയും അൽമായരെയും അവിടുന്ന് സഭയിൽ ഉയർത്തി ദൈവമേ ഈ അന്ധകാരത്തിന്റെ മേൽ പ്രകാശത്തിന്റെ മക്കളായി ജീവിക്കാൻ ദൈവമേ ലോകത്തെ മുഴുവനും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പലവിധ തിന്മകളിലൂടെ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന, മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്നവർ, വ്യഭിചാരത്തിനും പരസംഗത്തിനും അടിമകളായിരിക്കുന്നവർ, വെറുപ്പിലും കൊലപാതകത്തിലും വിദ്വേഷത്തിലും മറ്റ് വിഷയാസക്തികളും അടിമപ്പെട്ടിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ജീവന്റെ വെളിച്ചം അവിടുന്ന് പകർന്ന ദൈവമേ അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. മക്കളില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് മക്കളെ ദാനമായിട്ട് കൊടുക്കണമേ. ഒരു ഭവന നിർമ്മാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആഗ്രഹിക്കുന്നവർക്ക് ദൈവമേ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ. ഒരു ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നല്ലൊരു ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ദൈവമേ അവിടുന്ന് പ്രാർത്ഥന കേട്ടവരെ അനുഗ്രഹിക്കണമേ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ട് ദൈവമേ ആ മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. കർത്താവെ, നിങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമമഹത്വത്തിനായിട്ട് തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു.